വെൽക്കം ഓൾ. സഹകാരിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നു ടൈപ്പ് റൈറ്റിംഗ് പാർട്ടിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് കീബോർഡ് ടെൻഷൻ? കീബോർഡ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യുന്നതിലേക്ക് ഉപയോഗിക്കുന്നത് ഏത് ലിവർ ആണ്, അല്ലെങ്കിൽ ഏത് ഭാഗമാണ്, ടൈപ്പ് റൈറ്റിംഗിന്റെ ഏത് ഭാഗമാണ് കീബോർഡ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യുന്നതിലേക്ക് യൂസ് ചെയ്യുന്നത്? ഇതിൽ 4 ഓപ്ഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വേരിയബിൾ ലൈൻ സ്പേസർ, ഡിറ്റ് ആൻഡ് റിലീസ് ലിവർ, റാച്ച് ആൻഡ് വീൽ, ടച്ച് റെഗുലേറ്റർ. നമ്മുടെ ഓപ്ഷൻ തന്നിരിക്കുന്ന രീതി നോക്കുക. ABCD എന്നിട്ടിട്ട് ഈ 4 ഓപ്ഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്താണ് തന്നിരിക്കുന്നത്. പക്ഷെ എന്താണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഷഫിൾ ചെയ്ത് തന്നിട്ടുള്ളതേ ഉള്ളൂ. നമ്മൾ എന്താണ് പെട്ടെന്ന് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഓപ്ഷൻ ബി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് മീൻസ് മാർക്ക് ചെയ്യാൻ സാധ്യത കൂടുന്ന രീതിയിൽ തന്നിട്ടുണ്ട്. പക്ഷെ അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടാവുന്ന ഒരു മാർക്കാണിത്. നമ്മുടെ ആൻസർ എന്താണ്? കീ ടെൻഷൻ ഇൻക്രീസ് ചെയ്യുന്നതിലേക്കായിട്ട് ഏത് ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടച്ച് റെഗുലേറ്റർ അല്ലേ? ടച്ച് റെഗുലേറ്റർ. നമ്മുടെ ടച്ച് റെഗുലേറ്റർ ആണ് കീ ടെൻഷൻ ഇൻക്രീസ് ചെയ്യുന്നതിലേക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ടച്ച് റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? 4 ആണ്. ഈ 4ൽ ഓപ്ഷൻ എ എന്താണ്? 4 only. ഓപ്ഷൻ ബി 2 only. ഓപ്ഷൻ സി 3 only. ഓപ്ഷൻ ഡി 1 only. അപ്പൊ നമ്മുടെ ഇത് ആൻസർ ഏതാണ്? കീ ടെൻഷൻ ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ടച്ച് റെഗുലേറ്റർ ആണ്. ടച്ച് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ആൻസർ അപ്പൊ എന്തായിട്ട് വരും? എ ആണല്ലേ. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്. നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുവാണെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ ടൈപ്പ് റൈറ്റിംഗ് പോർഷനിൽ നിന്ന് 10ന് 10 മാർക്കോളം കിട്ടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെജോറിറ്റി വരുന്നത്. ജസ്റ്റ് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് മാത്രമാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സസ് ഓയിൽ ഇൻ ദ വെയ്റോഡ് ചാനൽ കോസസ്. നമ്മുടെ വെയ്റോഡ് ചാനലിൽ ഓയിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതും നേരത്തെ തന്ന സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇത് നമ്മുടെ ടൈം കൺസ്യൂമിങ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ കോൺസെൻട്രേഷൻ കളയുക എന്നുള്ള രീതിയിൽ മാത്രം തരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ആണ്. സോ അപ്പൊ ഏതാണ്? ഓപ്ഷൻ 1 എന്താ? ജർക്കി മൂവ്മെന്റ്. ഓപ്ഷൻ 2 എന്താ? sluggish movement. ഓപ്ഷൻ 3 ബാഡ് അലൈൻമെന്റ് ആൻഡ് ഓപ്ഷൻ 4 നൺ ഓഫ് ദീസ് ആണ്. ഇനി നമ്മുടെ OMR മാർക്ക് ചെയ്യേണ്ട ഓപ്ഷൻ തന്നിരിക്കുന്ന നോക്കി. എ എന്ന് പറയുന്നത് 3 only ആണ്. ബാഡ് അലൈൻമെന്റ് ആണോ? വേറോട് ചാനലിൽ എക്സസ് ഓയിൽ വന്നാൽ ബാഡ് അലൈൻമെന്റ് ആണോ വരുന്നത്? ദെൻ ബി എന്ന് പറയുന്നത് 1 only. ജർക്കി മൂവ്മെന്റ് ആണോ? ജർക്കി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു കീ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ 2, 3 സ്പേസ് അല്ലെങ്കിൽ 4 സ്പേസ് ഇങ്ങനെ കൂടുതലായിട്ട് അങ്ങ് ക്യാരേജ് നീങ്ങി പോവുക എന്നുള്ളതാണ്. സ്ലഗിഷ് ആണെങ്കിലോ മൂവ് ചെയ്യാതിരിക്കുക, ജസ്റ്റ് സഡനായിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യുക, പിന്നെ വീണ്ടും മൂവ് ചെയ്ത് അങ്ങനെ നിർത്തി മൂവ് ചെയ്യുന്നതാണ് സ്ലഗിഷ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ബാഡ് അലൈൻമെന്റ്. നമുക്ക് പ്രോപ്പർ നമ്മൾ അലൈൻമെന്റ് സെറ്റ് ചെയ്താണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അലൈൻമെന്റ് കറക്റ്റായിട്ട് വരാതിരിക്കുക, അല്ലെങ്കിൽ ഇതൊന്നുമല്ല. നമ്മുടെ ആൻസർ അപ്പോൾ ഏതായിരിക്കും? വേറോട് ചാനലിൽ എക്സസ് ഓയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? സ്ലഗിഷ് മൂവ്മെന്റ് അല്ലേ? പതുക്കെ നമുക്ക് അങ്ങനെ വലുതായിട്ട് മൂവ് ചെയ്യത്തില്ല, നമ്മുടെ ക്യാരേജ് നമ്മൾ വിചാരിക്കുന്ന കണക്കിന് മൂവ് ചെയ്യത്തില്ല. ഇത് സ്ലഗിഷ് മൂവ്മെന്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സ്ലഗിഷ് മൂവ്മെന്റ് ആൻസർ ആയിട്ട് വരുമ്പോൾ ഇതിൽ ഏതാണ്? നമ്മുടെ ഓപ്ഷൻ 2 ആണ് അല്ലേ? 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 2 ഇതിൽ ഏതാണ്? എ 3 only, ബി 1 only, സി 4 only, ഡി 2 only. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഡി ആണ്. ഡി 2 only ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണ്. ഇതെല്ലാം സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോഴത്തേക്ക് അയ്യോ വലിയ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് കൺഫ്യൂസ് ആവുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, വളരെ വളരെ സിമ്പിൾ ആണ്, പഠിക്കാൻ ഈസിയാണ്. ഈസിയാൽ നമുക്ക് ഈസിയായി കിട്ടുന്ന മാർക്ക് കിട്ടുന്ന ഏരിയ ആണിത്. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ 10ന് 10 മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ടൈപ്പ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ടൈപ്പിംഗ് ദി സിമ്പിൾ ആൻഡ് ഇൻ ടൈപ്പ് റൈറ്റർ പ്രസ് ഷിഫ്റ്റ് കീ ആൻഡ് ഡാഷ്. നമ്മൾ ടൈപ്പ് റൈറ്റിംഗിൽ എന്താണ്, നമ്മൾ മുകളിൽ നമ്പർ വെച്ചിട്ടുണ്ടല്ലേ, നമ്പറിന്റെ മേലെ ഓരോ സിമ്പിൾസും ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ്? ആൻഡ് മീൻസ് ആംപർസെന്റ് അല്ലെ? ഈ ചിഹ്നത്തിനെ പറയുന്നത് എന്താണ്? ആൻഡ് ഓർ ആംപർസെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ചിഹ്നം കിട്ടുന്നതിലേക്കായിട്ട് നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുന്നു. കാരണം എന്താ, നമ്മുടെ ഒരു ലെറ്ററിനുള്ള മേലെയുള്ള ലെറ്റർ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന ഷിഫ്റ്റ് കീ ആണ്. ഷിഫ്റ്റ് കീ പ്ലസ് ഏത് നമ്പർ പ്രസ് ചെയ്താലാണ് ആംപർസെന്റ് കിട്ടുക എന്നുള്ളതാണ്. 5 ആണോ, 6 ആണോ, 7 ആണോ, 8 ആണോ? ഈ 4 ഏതാണെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ആംപർസെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് പ്രസ് ചെയ്യണം? 7 പ്രസ് ചെയ്യണം അല്ലെ? 7 ആംപർസെന്റ് എന്ന് പറഞ്ഞാൽ ആംപർ 7ന്റെ മേലെയാണ് ഈ ആംപർസെന്റ് എന്ന് പറയുന്ന ചിഹ്നം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ആംപർസെന്റ് 7 കിട്ടണം എന്നുണ്ടെങ്കിൽ മീൻസ് ഇത് 7 ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ 2 only, ഓപ്ഷൻ ബി 3 only, ഓപ്ഷൻ സി 4 only ആൻഡ് ഓപ്ഷൻ ഡി 1 only. നമ്മുടെ ഓപ്ഷൻ എന്താണ്? 3 ആണല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ആയി വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി 3 only. 3 only ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ ആണോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 7ന്റെ മേലെ ആംബർസെന്റ്. അപ്പൊ നമ്മൾ കീസ് ഒക്കെ നോക്കുമ്പോൾ എല്ലാം എന്താ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക അല്ലേ? നമ്മൾ പഠിക്കുന്ന നമ്മുടെ ടൈപ്പ് പഠിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. ഓപ്ഷൻ ഈ ആംബർസെന്റ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഏത് കീ പ്രസ് ഷിഫ്റ്റ് പ്ലസ് ഏത് കീ ആണ് പ്രസ് ചെയ്താലാണ് ആംബർസെന്റ് കിട്ടുക എന്നുള്ളത്. ഏതാണ്? 7 ആണ് അല്ലേ? 7 പ്രസ് ചെയ്യണം. ഷിഫ്റ്റ് പ്ലസ് 7 ആണ്. ഓക്കെ ആണ്. നെക്സ്റ്റ്, ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആർ കൺക്ലൂഡഡ് ബൈ. ഡെമി ഒഫീഷ്യൽസ് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? നമ്മുടെ ടൈപ്പ് റൈറ്റിംഗിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതെടുത്താലും നമുക്ക് കാണാം അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് മാറി മാറി തരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഡെമി ഒഫീഷ്യൽ എപ്പോഴും എന്താണെടാ? വളരെ സിമ്പിൾ ആണ്. ഓപ്ഷൻ ഇതും അതേ രീതിക്ക് തന്നേ ഉള്ളൂ. നമ്മളെ ക്വസ്റ്റ്യന് നമ്മുടെ കണ്ണിന് ഭയങ്കര വലിയ ക്വസ്റ്റ്യനായിട്ട് തോന്നിപ്പിക്കുന്നേ ഉള്ളൂ. പക്ഷെ അതും സിമ്പിൾ ലെവൽ കണ്ടോ? യുവേഴ്സ് ലവിംഗ്ലി, യുവേഴ്സ് ഒബീഡിയൻലി, യുവേഴ്സ് സിൻസിയർലി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഡെമി ഒഫീഷ്യൽ എപ്പോഴും എന്താണ്? യുവേഴ്സ് ഡിഒ ലെറ്റർ അല്ലേ? ഡിഒ ലെറ്റർ എന്ന് പറഞ്ഞാൽ യുവേഴ്സ് സിൻസിയർലി ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? എ ആണോ? നമ്മുടെ ഇത് യുവേഴ്സ് സിൻസിയർലി വരുമ്പോൾ 3 കിട്ടണം. എ ഓപ്ഷൻ എന്താ? 1 ഒള്ളി, ബി 4 ഒള്ളി, സി 3 ഒള്ളി, ഡി 2 ഒള്ളി. അപ്പൊ നമുക്ക് ഏതാണ് വേണ്ടത്? 3 ഒള്ളിയാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? സി, യുവേഴ്സ് സിൻസിയർലി ആണ്. ഡെമി ഒഫീഷ്യൽ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സി, ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്താണ്? നമ്മൾ അർജന്റ് ആയിട്ടുള്ള മാറ്റർ, ഒഫീഷ്യൽ മാറ്റർ തന്നെയാണ്. അർജന്റ് മാറ്റർ എന്താണ്? പേഴ്സണൽ അറ്റൻഷൻസ് കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒഫീഷ്യലി അയക്കുന്നതാണ്. എന്നാൽ എന്താണ്? അർജൻസിക്ക് വേണ്ടിയിട്ട് അയക്കുന്നത് കൊണ്ടാണ് അർജന്റായിട്ട് അയക്കുന്ന ലെറ്റേഴ്സിനാണ് നമ്മൾ ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയുന്നത്. അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താണ്? യുവേഴ്സ് സിൻസിയർലി ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെയിൻ ഫങ്ഷൻ ഓഫ് റോക്കർ മെക്കാനിസം ഈസ് ടു ഹെൽപ്പ്. നമ്മൾ റോക്കർ മെക്കാനിസം എന്താ ഹെൽപ്പ് ചെയ്യുന്നത്? കളർ ഇൻഡിക്കേഷൻ റിബൺ ആണോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൊമെന്റ് ആണോ? ടാബ് സെറ്റിംഗ് ആണോ? തമ്പ് വീലാണോ? തമ്പ് വീൽ അഡ്ജസ്റ്റ്മെന്റ്, ഇതുപോലുള്ള കാര്യങ്ങൾ. ഈ മെയിൻ ഫംഗ്ഷൻ ഓഫ് റോക്കർ മെക്കാനിസം, റോക്കർ മെക്കാനിസത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. 4 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്? റിബന്റെ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണോ റോക്കർ മെക്കാനിസത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ആണോ? കാരേജിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ആണോ? ടാബ് സെറ്റിംഗ് ആണോ? തമ്പ് വീലാണോ? ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? റോക്കർ മെക്കാനിസം നമ്മൾ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ഓഫ് കാരേജ് അല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ഓഫ് കാരേജ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? നമുക്ക് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ്, നമ്മുടെ 2 അല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ നോക്കിയേ, എ 2 ഒള്ളി, ബി 1 and 2 ഒള്ളി. 1 കളർ ഇൻഡിക്കേഷൻ ആണോ? അല്ല. ദെൻ ടാബ് സെറ്റ് ചെയ്യാനല്ല, ടാബ് സെറ്റ് ചെയ്യുന്ന ടാബ്ലറ്റ് കീ വെച്ചിട്ടാണ്. തമ്പ് വീൽ എന്താണ്? സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് അല്ലേ? ദെൻ പേപ്പർ ഇൻസേർട്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഓപ്ഷൻ ഏതാണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ആണ്. അപ്പോൾ സി 4 ഒള്ളിയാണോ? തമ്പ് വീൽ അല്ല എന്ന് പറയുന്നത്. ദെൻ 2 and 3, 2 മാത്രമാണ്, 3 അല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. എ ആണ് നമ്മുടെ ആൻസർ ആയി വരുന്നത്. എ. റോക്കർ മെക്കാനിസത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ആണ് അല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഡെഡ് കീസ് ഇൻ എ മലയാളം ടൈപ്പ് റൈറ്റർ. മലയാളം ടൈപ്പ് റൈറ്ററിൽ എത്ര ഡെഡ് കീസ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ ഉത്തരങ്ങൾ ഓപ്ഷനായി തന്നിരിക്കുന്ന ഉത്തരങ്ങൾക്ക് എ 2 ഒള്ളി, ബി 3 ഒള്ളി, സി 4 ഒള്ളി, ഡി 1 ഒള്ളി. എത്ര ഡെഡ് കീസ് ഉണ്ട്? എന്താ ഡെഡ് കീസ്? നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇംപ്രഷൻ പതിയും, എന്നാൽ കാരേജ് മൂവ് ആവത്തില്ല. അതാണ് എന്തെന്ന് പറയുന്നത്? ഡെഡ് കീസ് എന്ന് പറയുന്നത്. അപ്പൊ മലയാളത്തിൽ എത്ര ഡെഡ് കീസ് ഉണ്ട്? ഒരു ഡെഡ് കീ ആണുള്ളത് അല്ലേ? മലയാളത്തിൽ ഒരേ ഒരു ഡെഡ് കീ ആണ് ഉള്ളത്. അതേതാണ്? ചന്ദ്രക്കലയാണ് അല്ലേ? ചന്ദ്രക്കലയാണ് നമ്മുടെ മലയാളത്തിൽ ഒരേ ഒരു ഡെഡ് കീ ആണുള്ളത്. അതേതാണ്? ചന്ദ്രക്കലയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതായിട്ട് വരും? 1 ആണല്ലേ? 1 വരണമെങ്കിൽ ഏതാണ്? ഓപ്ഷൻ ഡി ഒള്ളി. ഡി 1 ഒള്ളിയാണ് നമ്മുടെ ആൻസർ ആയി വരുന്നത്. മലയാളത്തിൽ ഒരേ ഒരു ഡെഡ് കീ ഉള്ള അതെന്താണ്? ചന്ദ്രക്കലയാണ്. ഓക്കെ ആണോ? ഡെഡ് കീ ഓർത്ത് വെക്കുക. ഇംപ്രഷൻ പതിയും, കാരേജ് മൂവ് ചെയ്യത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, which one of the following is not belongs to the tension of the typewriter? ടൈപ്പ്റൈറ്ററിന്റെ ടെൻഷനിൽ വരാത്ത ടെൻഷൻ ഏതെന്നാണ് ചോദ്യം. കാരേജ് ടെൻഷൻ, റിബൺ ടെൻഷൻ, റാക്ക് ടെൻഷൻ, കീ ടെൻഷൻ. ഈ 4 ടെൻഷൻസിൽ ടൈപ്പ്റൈറ്ററിന്റെ ടെൻഷൻ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1 ഒള്ളി, ബി 2 ഒള്ളി, സി 4 ഒള്ളി, ഡി 3 ഒള്ളി. ഏതാണ് ആൻസർ? ബി
ഏതാണ്? റിബൺ ടെൻഷൻ. അത് നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് ടെൻഷൻ ആണോ? റിബൺ ടെൻഷൻ ഉണ്ടോ? ഇല്ല അല്ലേ. കാരേജ് ടെൻഷൻ ഉണ്ട്, റാക്ക് ടെൻഷൻ ഉണ്ട്, കീ ടെൻഷൻ ഉണ്ട്. അപ്പൊ ടൈപ്പ് റൈറ്ററിന്റെ ടെൻഷൻ അല്ലാത്തത് ഏതാണ്? റിബൺ ടെൻഷൻ. അതിന്റെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, റിബൺ ടെൻഷൻ. റിബൺ ടെൻഷൻ കാരേജ് ടെൻഷൻ അല്ല, ഓർക്ക് അല്ല. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ലൈൻ സ്പേസ് യൂസ്ഡ് വൈൽ ടൈപ്പിംഗ് കൊമേഴ്ഷ്യൽ വർക്ക്? നമ്മളൊരു കൊമേഴ്ഷ്യൽ വർക്ക്, നമ്മൾ സാധാരണ ഒരു കൊമേഴ്ഷ്യൽ വർക്ക് മാറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ ഏത് ലൈൻ സ്പേസിംഗ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ? 1 ലൈൻ, 1.15 ലൈൻ, 1.5 ലൈൻ, 2 ലൈൻ, 3 ലൈൻ, ഈ രീതിയിലാണ് നമ്മൾ ലൈൻ അലൈൻമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ, ലൈൻ സ്പേസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഒരു കൊമേഴ്ഷ്യൽ വർക്ക് ചെയ്യുകയാണ്, നമ്മൾ സാധാരണ ഒരു മാറ്റർ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഏത് ലൈൻ സ്പേസിംഗ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. 3 ട്രിപ്പിൾ ഉണ്ട്, 1.5 ഉണ്ട്, ഡബിൾ ഉണ്ട്, സിംഗിൾ ലൈൻ ഉണ്ട്. അപ്പൊ ഏത് ലൈനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലൈൻ സ്പേസിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ വർക്ക്, നോർമൽ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നോർമൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ലൈൻ യൂസ് ചെയ്യണം? നമ്മൾ ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ 2 only, 2 only എന്താ? 1.15. ദെൻ ഓപ്ഷൻ ബി 1 only, ട്രിപ്പിൾ ലൈൻ, കൊമേഴ്ഷ്യൽ വർക്കാണ്, സ്വാഭാവികമായിട്ട് തീരെ ഉപയോഗിക്കാൻ സാധ്യതയില്ല. ദെൻ ഓപ്ഷൻ സി 4 only, സിംഗിൾ ലൈൻ. ഓപ്ഷൻ ഡി 3 only, ഡബിൾ ലൈൻ. നമ്മൾ ഏത് ലൈൻസാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ നമ്മൾ ഏതാണ്? സിംഗിൾ ലൈൻ അല്ലേ. നമ്മൾ സിംഗിൾ ലൈൻ ആണ് യൂസ് ചെയ്യുന്നത്. ഏതാണ് സിംഗിൾ ലൈൻ? ഏതാണ്? ഓപ്ഷൻ 4 ആണ്. ഓർക്കുക, ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ഇവിടെ എവിടെയാണ് വന്നിരിക്കുന്നത്? സിയിലാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സിംഗിൾ ലൈൻ ആണ് അല്ലെ. കൊമേഴ്ഷ്യൽ വർക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഏത് ലൈൻ സ്പേസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സിംഗിൾ ലൈൻ സ്പേസിലാണ് ടൈപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, on which part of the typewriter do the rigid dog and loose dog act? ഏത് പാർട്ടാണ് അല്ലെ? ലൂസ് ഡോഗ്, റിജിഡ് ഡോഗിന്റെ ഏത് പാർട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? റോക്കർ മെക്കാനിസത്തിന്റെ പാർട്ടാണ്. തമ്പ്, എസ്കേപ്മെന്റ് വീല്, പിനിയൻ വീല്, ഡോഗ് ബ്ലോക്സ്, ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ്. അപ്പൊ ഇതിൽ ഏതാണ് ഇവയെ ആക്ട് ചെയ്യുന്നത്? ഡോഗ്സ് ആക്ട് ചെയ്യുന്ന, ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ് ഏത് വീലിലാണ് ആക്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് 3-4 ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. എസ്കേപ്മെന്റ് വീൽ, പിനിയൻ വീൽ, തമ്പ് വീൽ, നൺ ഓഫ് ദിസ്. ഇതിൽ ഏതിലാണ് ലൂസ് ഡോഗ്, റിജിഡ് ഡോഗ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അത് എസ്കേപ്മെന്റ് വീലിലാണോ, പിനിയൻ വീലിലാണോ, തമ്പ് വീലിലാണോ, നൺ ഓഫ് ദീസിലാണോ? ഏതിലാണ്? നമ്മുടെ പിനിയൻ ലൂസ് ഡോഗ്സും റിജിഡ് ഡോഗും എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? എസ്കേപ്മെന്റ് വീലിലാണ് അല്ലെ. എസ്കേപ്മെന്റ് വീലിലാണ് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ റിജിഡ് ഡോഗ് ആക്റ്റീവ് ആവുകയും ദെൻ അത് റിലീസ് ചെയ്യുമ്പോൾ ലൂസ് ഡോഗ് നെക്സ്റ്റ് ടീത്ത് എസ്കേപ്മെന്റിന്റെ വീലിന്റെ നെക്സ്റ്റ് ടീത്ത് ക്യാച്ച് ചെയ്യുകയും ചെയ്യുന്നു അല്ലേ. അതാണ് ആ റോക്കർ മെക്കാനിസം ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഡോഗ് ബ്ലോക്സ് ഏതിലാണ് വർക്ക് ചെയ്യുന്നത്? എസ്കേപ്മെന്റ് വീലിലാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏത് വരും? എ 1 only, ബി 4 only, സി 3 only, ഡി 2 only. 4 ഓപ്ഷൻ ഉള്ളത്. അപ്പൊ നമുക്ക് എസ്കേപ്മെന്റ് വീലാണ്. അപ്പൊ ഇതിൽ 1 ഏതാ? എ ആണ് അല്ലേ. എ ആണ്. അപ്പൊ സോ നമ്മുടെ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 1 only is the right answer. എസ്കേപ്മെന്റ് വീല് ഡോഗ് ബ്ലോക്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ് ആക്ട് ചെയ്യുന്നത് ഏതിലാണ്? എസ്കേപ്മെന്റ് വീലിലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹാർട്ട് ഓഫ് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഈസ്. ടൈപ്പ് റൈറ്റിംഗ് മെഷീന്റെ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? കീബോർഡ് ആണോ, മെയിൻ സ്പ്രിംഗ് ആണോ, സിലിണ്ടർ ആണോ, റിബൺ ആണോ? ടൈപ്പ് റൈറ്റിംഗ് മെഷീന്റെ ഹാർട്ട് ഏതാണ്? ഹാർട്ട് എന്ന് പറയുന്ന പോർഷൻ ഏതാണ്? നമ്മുടെ ആൻസർ ഏതാണ്? മെയിൻ സ്പ്രിംഗ് ആണ് അല്ലേ. മെയിൻ സ്പ്രിംഗ് ആണ്. കീബോർഡ് ഹാർട്ട് ഓഫ് എ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത് ഏതാണ്? മെയിൻ സ്പ്രിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തമ്പ് വീൽസ് ആർ പ്രൊവൈഡഡ് ഫോർ ഡാഷ് ദ സിലിണ്ടർ. തമ്പ് വീല് നമുക്ക് എന്തിനാണ് തന്നിട്ടുള്ളത് അല്ലെ? നമ്മൾ ടൈപ്പ് റൈറ്റർ എടുക്കുമ്പോൾ 2 സൈഡ് 2 ഇങ്ങനെ റൗണ്ട് വീല് കാണത്തില്ലേ, ബ്ലാക്ക് കളറിൽ. അത് എന്തിനാ തന്നിട്ടുള്ളതെന്നാണ്. എന്താണ്? ക്യാരേജ് സ്റ്റോപ്പ് ചെയ്യാനാണോ, ഇജക്ട് ചെയ്യാനാണോ, റൊട്ടേറ്റ് ചെയ്യാനോ, കണക്ടിങ് ടു മെയിൻ സ്പ്രിംഗ് ആണോ, മെയിൻ സ്പ്രിംഗ് കണക്ട് ചെയ്യാനാണോ? ഇതിൽ ഏതിനാണ് നമ്മൾ തമ്പ് വീല് യൂസ് ചെയ്യുന്നത്? നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാലേ, നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. റൊട്ടേറ്റിംഗ് ഓപ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തമ്പ് വീല് യൂസ് ചെയ്യുന്നത്. തമ്പ് വീൽസ് ആർ പ്രൊവൈഡ് ഫോർ റൊട്ടേറ്റിംഗ് ദ സിലിണ്ടർ. സിലിണ്ടർ മുന്നോട്ടും പിന്നോട്ടും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ടില്ല, ഐദർ സൈഡ് റൊട്ടേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? തമ്പ് വീലാണ് അല്ലെ. നമുക്ക് പേപ്പർ ഇൻസേർട്ട് ചെയ്യാനും കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് തമ്പ് വീൽ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ. സോ തമ്പ് വീൽസ് എന്താണ്? റൊട്ടേറ്റിംഗ് ദ സിലിണ്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഓഫീസസ് ഡാഷ് ആർ ടൈപ്പിംഗ് വിത്ത് ഡബിൾ ലൈൻ സ്പേസ്. എന്തായിരിക്കും ഓഫീസുകളിൽ ഡബിൾ ലൈൻ സ്പേസിൽ ടൈപ്പ് ചെയ്യുന്നത്? ഏതായിരിക്കും ഇവിടെ? ലെറ്റർ ആണോ, ഓർഡർ ആണോ, നോട്ട്സ് ആണോ, നൺ ഓഫ് ദീസ് ആണോ, അല്ലെങ്കിൽ നൺ ഓഫ് ദ എബവ് ആണോ? ഏതാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്? ഡബിൾ ലൈൻ. ശ്രദ്ധിക്കുക, ഡബിൾ ലൈൻ സ്പേസിൽ ഓഫീസുകളിൽ ടൈപ്പ് ചെയ്യുന്നത് എന്താണ്?
നോട്ട്സ് ആണ് അല്ലേ, നോട്ട്സ് ആണ് ഡബിൾ ലൈൻ സ്പേസിൽ ടൈപ്പ് ചെയ്യുന്നത്. നോട്ട്സ് ആണ് ഡബിൾ ലൈൻ സ്പേസിൽ ഓഫീസുകളിൽ ടൈപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എൽ ഇൻ ദ നമ്പേഴ്സ്? നമ്പേഴ്സിൽ നമ്മുടെ എൽ എന്ന് പറയുന്ന തന്ന നമ്പർ വാല്യൂ എത്രയാണ് അല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് ഓരോ തവണ ഇപ്പൊ ഇത് തുടക്ക സമയങ്ങളിലാണ് ഇത്രയും സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമ്മൾ ഇതിട്ടാൽ എന്തായിരുന്നു? 5 ആയിരുന്നു. ദെൻ എക്സ് ഇട്ടാൽ 10 ആയിരുന്നു. എൽ ഇട്ടാൽ എന്താണ് അപ്പം? 50. എൽ ഇട്ടാൽ 50. സി ഇട്ടാൽ എന്താണ്? 100. ഡി 500. എം 1000. 1000. സോ അപ്പം നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലെറ്റർ എൽ ഏതാണ്? 50 ആണ് അല്ലേ. 50 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എൽ എന്ന് പറയുന്നത് 50 ആണ്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമുക്കിപ്പോൾ ചോദിക്കുന്നത് അല്ലേ. ഇപ്പം 60 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ എന്ത് ചെയ്യും? എൽ ഇട്ടു, ദെൻ 10 ഇട്ടു. ഇതാണ്, ഇങ്ങനെയാണ് 60 എഴുതുന്നത്. ജസ്റ്റ് എന്നിട്ട് എൽ എന്താ? 50 + 10 60 ആയി. ഇതുപോലെയാണ് നമ്മൾ ഈ ന്യൂമറൽസ് റോമൻ ലെറ്റേഴ്സ് തന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ അല്ലെങ്കിൽ നമുക്കത് കൺവേർട്ട് എഴുതാനായിട്ടൊക്കെ ധാരാളമായി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. സോ അതൊന്ന് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് വെച്ചേക്കുക. നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ടൈപ്പ് റൈറ്റിംഗ് പോർഷൻ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെയാണ്. വളരെ നന്നായി പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് 10 മാർക്ക് നേടാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണും വരേക്കും ബൈ ബൈ.